പാകിസ്ഥാന്റെ പുതിയ ചുവടുവയ്പുകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. സ്വന്തം രാജ്യത്തിനകത്തെ ജനങ്ങളുടെ സ്ഥിതി അതീവ ഗുരുതരമായി മുന്നേറുമ്പോഴും അധികാരത്തിനും ആക്രമണത്തിനുമാണ് നേതാക്കൾ മുൻഗണന നൽകുന്നത്. പാകിസ്ഥാൻ സൈന്യം ഏറ്റവും ശക്തമായ ഒരു യുഗത്തിലേക്ക് കടക്കുകയാണ്. അതും നേരിട്ട് അധികാരം പിടിച്ചെടുക്കാതെ. കരസേനാ മേധാവി അസീം മുനീർ വ്യാഴാഴ്ച രാജ്യത്തിന്റെ ആദ്യത്തെ പ്രതിരോധ സേനാ മേധാവിയായി ചുമതലയേറ്റു. പാകിസ്ഥാൻ ഭരണഘടനയുടെ വിവാദപരമായ 27ാം ഭേദഗതിയിലൂടെ സൃഷ്ടിക്കപ്പെട്ട ഈ പദവിയിൽ സയ്യിദ് അസീം മുനീറിനെ 3 സേവനങ്ങളുടെയും, അതായത് കരസേന, വ്യോമസേന, നാവികസേന 5 വർഷത്തെ കാലാവധിക്ക് നിയമിക്കുന്നു. നവംബർ 1-ന് സെനറ്റ് പാസാക്കിയ ഭേദഗതികൾ 3 സേനകളുടെയും ഏറ്റവും മുതിർന്ന പദവിയായ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നിർത്തലാക്കിയിരുന്നു. 1971-ലെ ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1976 മുൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയാണ് ഇത് സൃഷ്ടിച്ചത്. നിലവിൽ CJCSC ജനറൽ സാഹിർ ഷംഷാദ് മിർസ ഇന്ന് വിരമിക്കുന്നതോടെ പാകിസ്ഥാന്റെ പ്രതിരോധ ചട്ടക്കൂടിൽ പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആ സ്ഥാനത്തിന്റെ സാന്നിധ്യം അവസാനിച്ചു. 240 ദശലക്ഷം ജനങ്ങളുള്ള ഒരു ആണവശക്തിയായ പാകിസ്ഥാൻ 1947 മുതൽ സ്ഥാപിതമായത് മുതൽ സിവിലിയൻ സൈനിക ഭരണങ്ങൾക്കിടയിൽ തളർന്നുപോയി. 1999-ൽ അട്ടിമറിയിലൂടെ അധികാരം പിടിച്ചെടുത്ത പർവേസ് മുഷറഫ് ആയിരുന്നു രാജ്യം പരസ്യമായി ഭരിച്ച അവസാന സൈനിക നേതാവ്. അതിനുശേഷം സിവിലിയൻ ഭരണകൂടങ്ങൾ ഔദ്യോഗികമായി അധികാരം കൈവശപ്പെടുത്തി. എന്നിരുന്നാലും പാകിസ്ഥാന്റെ രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിൽ സൈന്യത്തിന്റെ സ്വാധീനം ആഴത്തിൽ വേരൂന്നിയതാണ്. രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ ഇരുവർക്കുമിടയിൽ പങ്കിട്ട ഒരു ഹൈബ്രിഡ് റൂൾ എന്ന് വിളിക്കുന്നു. 27ാം ഭേദഗതി സന്തുലിതാവസ്ഥയെ സൈന്യത്തിലേക്ക് കൂടുതൽ ചായ്ച്ചു. ഇപ്പോൾ സൈനിക മേധാവിയെ മറ്റ് 2 സേനകളുടെയും നേതാക്കൾക്ക് മുകളിൽ ഉയർത്തി രാജ്യത്തിന്റെ ആണവായുധ സംവിധാനങ്ങളുടെ ഏക ചുമതലയിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ത്രിസേനകളുടെ മൊത്തത്തിലുള്ള നിയന്ത്രണം പ്രസിഡന്റിൽ നിന്നും മന്ത്രിസഭയിൽ നിന്നും CDF-ലേക്ക് മാറ്റിയിരിക്കുന്നു. പ്രതിരോധ സേനാ മേധാവി എന്ന നിലയിൽ മുനീറിന്റെ കാലാവധി പുനഃക്രമീകരിച്ചു. ഭേദഗതികൾ അദ്ദേഹത്തിന്റെ കാലാവധി കുറഞ്ഞത് 2030 വരെ നീട്ടിയിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ മുനീറിന്റെ രാജ്യത്തിന്റെ പ്രസിഡന്റിന് തുല്യമായ നിയമപരിരക്ഷയും നൽകുന്നു. പ്രസിഡന്റിനെ പോലെ ഫീൽഡ് മാർഷലിനും നിയമപരമായ ഏതൊരു കുറ്റവിചാരണയിൽ നിന്നും ആജീവനാന്ത പ്രതിരോധ ശേഷി ലഭിക്കും. വ്യോമസേന, നാവികസേനാ മേധാവികൾക്കും സംരക്ഷണം നൽകിയിട്ടുണ്ട്. ആ സമയാവസാനം അദ്ദേഹം വീണ്ടും നിയമിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രിയോടും പ്രസിഡന്റിനോടും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇതിനകം നൽകിയിട്ടുള്ള അധികാരം കണക്കിലെടുക്കുമ്പോൾ അവർ അത് നിഷേധിക്കാൻ സാധ്യതയില്ല. ഈ ഭേദഗതികൾ സൈന്യത്തിന് മേലുള്ള സർക്കാരിന്റെ മേൽനോട്ടം കുറയ്ക്കുകയും ചെയ്യുന്നു. പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം വൈസ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സ്ഥാനത്തേക്ക് നിയമനം ശുപാർശ ചെയ്യാൻ ഇപ്പോൾ CDF-ന് അധികാരമുണ്ടാകും. തുടർന്ന് ഫെഡറൽ ഗവൺമെന്റ് ഈ സ്ഥാനത്തിന് അംഗീകാരം നൽകും. നേരത്തെ ഈ നിയമനങ്ങൾ നടത്താനുള്ള എക്സിക്യൂട്ടീവിന്റെ പ്രത്യേക അവകാശം സിവിൽ ഗവൺമെന്റിനായിരുന്നു. ഈ അധികാരങ്ങൾക്ക് പുറമെ ഇസ്ലാമാബാദിന്റെ ആണവായുധ ശേഖരത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിന്റെ തലവനെ തീരുമാനിക്കുന്നതിലും സൈന്യം ഒരു പ്രധാന പങ്ക് വഹിക്കും. CDF-ന്റെ ഉപദേശപ്രകാരം എക്സിക്യൂട്ടീവ് സൈന്യത്തിൽ നിന്നും കമാൻഡറെ നിയമിക്കുമെന്ന് ഭേദഗതികൾ സൂചിപ്പിക്കുന്നു. ക്വാർട്ടർ മാസ്റ്റർ ജനറൽ, കോർപ്സ് കമാൻഡർ, ഗുജ്റൻവാല തുടങ്ങിയ ഉന്നത സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ച ശേഷം 2022 നവംബറിൽ മുനീർ സൈനിക മേധാവിയായി. മിലിറ്ററി ഇന്റലിജൻസിന്റെയും പിന്നീട് പാകിസ്ഥാന്റെ ശക്തമായ ചാര ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസിന്റെയും തലവനായിരുന്നു അദ്ദേഹം. 2019-ൽ അന്നത്തെ പ്രധാനമന്ത്രി ഇമ്രാൻ ഖാന്റെ കീഴിൽ വെറും 8 മാസത്തിനുള്ളിൽ അദ്ദേഹത്തെ ഇന്റലിജൻസ് മേധാവി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തു. ഒരിക്കലും പരസ്യമാക്കിയിട്ടില്ലാത്ത കാരണങ്ങളാൽ നിയമസഭാംഗങ്ങൾ ഖാനെ പുറത്താക്കിയതോടെ മുനീറിന്റെ ഭാവി മാറി. തുടർന്ന് വന്ന ഷഹബാസ് ഷെരീഫ് സർക്കാർ അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ ചുമതല നൽകി. ഈ വർഷം മെയ് മാസത്തിൽ ഇന്ത്യയുമായുള്ള 4 ദിവസത്തെ പോരാട്ടത്തിന് ശേഷം മുനീറിന് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകി. ഫീൽഡ് മാർഷൽ അസീം മുനീർ പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായി മാറിയിരിക്കുന്നുവെന്ന് പ്രതിരോധ വിശകലന വിദഗ്ധനും വിരമിച്ച ലഫ്റ്റനന്റ് ജനറലുമായ നയീം ഖാലിദ് ലോധി പറയുന്നു. അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കുന്നതിൽ രാഷ്ട്രീയക്കാർ ഉത്തരവാദികളാണ്. അവരുടെ ഹ്രസ്വകാല താൽപര്യങ്ങൾക്കായി അവർ പാകിസ്ഥാന്റെ ദീർഘകാല താൽപര്യങ്ങളെ അപകടത്തിലാക്കിയെന്നും അദ്ദേഹം വാർത്താ ഏജൻസിയോട് പറഞ്ഞു. കൂടാതെ പ്രതിരോധ സേനാ മേധാവി എന്ന നിലയിൽ മുനീറിന് സൈനിക കമാൻഡ് പുനഃക്രമീകരിക്കാനും സേനയെ ആധുനികവൽക്കരിക്കാനും കഴിയുമെന്ന് നവാസ് ചൂണ്ടിക്കാട്ടി. ആജീവനാന്ത റാങ്ക് അസാധാരണമായ ഒന്നല്ലെന്നും ബ്രിട്ടീഷ് പാരമ്പര്യം പിന്തുടരുന്നുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഫീൽഡ് മാർഷലുകൾ വിരമിക്കുന്നില്ല. അവർക്ക് ഒരു സ്ഥാനം ഉപേക്ഷിക്കാൻ കഴിയും, പക്ഷേ അവർ ജീവിതകാലം മുഴുവൻ ഫീൽഡ് മാർഷലായി തുടരും. US പ്രസിഡന്റ് ട്രംപുമായുള്ള സ്വകാര്യ ഉച്ചഭക്ഷണം ഉൾപ്പെടെ ചില നയതന്ത്ര വിജയങ്ങൾ മുനീർ ഇതിനകം നേടിയിട്ടുണ്ട്. പക്ഷേ ഷാ മുന്നറിയിപ്പ് നൽകി. ട്രംപ് പ്രവചനാതീതനാണ്. ഇന്ത്യ വാഷിംഗ്ടണിന് ഇപ്പോൾ വലിയ സ്വാധീനമുള്ള രാജ്യമാണ്. പാകിസ്ഥാന്റെ ഭാവി ശക്തമായ ഒരു സമ്പദ് വ്യവസ്ഥയിലും സ്ഥിരതയുള്ള രാഷ്ട്രീയ സംവിധാനത്തിലുമാണ്. ഇവ രണ്ടും നിലവിൽ അവർക്കില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.